എംബ്രോയ്ഡറി വർക്ക് ചെയ്യുമ്പോഴേക്കും നെക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്നുള്ളത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു സംശയമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യാറുള്ള ഒരു എളുപ്പപ്പണിയാട്ടോ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരണത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു പേപ്പർ സ്റ്റിഫിൽ നെക്കിൻ്റെ വിഡ്ത്തും ലെങ്ത്തും മാർക്ക് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷേപ്പ് ഏതാണെന്ന് വെച്ചാൽ ആ ഒരു ഷേപ്പിൽ നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കണേ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ആ ഒരു കട്ട് ചെയ്ത് പോകുന്ന ഉൾഭാഗത്തുള്ള പീസാണ് നമുക്കിതിൽ നെക്ക് മാർക്ക് ചെയ്യാനായിട്ട് വേണ്ടത്. അതുപോലെ തന്നെ പേപ്പർ സ്റ്റിഫിന് പകരം ഏതെങ്കിലും കട്ടിയുള്ള ടൈപ്പ് പേപ്പർ ആണെങ്കിലും മതിയാകും കേട്ടോ. അതുപോലെ തന്നെ വർക്ക് ചെയ്യേണ്ട തുണിയുടെ സെൻറ്റർ പോർഷൻ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കണേ. എന്നിട്ട് നമ്മൾ ആ ഫ്രെയിം വലിച്ച് ടൈറ്റ് ആക്കിയ ശേഷം കട്ട് ചെയ്ത് വെച്ചേക്കണ ഒരു പേപ്പർ സ്റ്റിഫിൻ്റെ സെൻറ്റർ ഭാഗവും തുണിയിൽ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചേക്കണ ആ സെൻറ്റർ ഭാഗവും ഇല്ലേ, അതും ഒരേപോലെ വരണ രീതിയിൽ വെച്ചിട്ട് പെൻസിൽ മാർക്കറിന് അതല്ലാന്നുണ്ടെങ്കിൽ ചോക്ക് വെച്ചാൽ വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ ഒരു പേപ്പർ സ്റ്റിഫിൽ നെക്ക് വിഡ്ത്ത് ഞാൻ 3.5 ഇഞ്ചും ലെങ്ത്ത് 5.5 ഇഞ്ചും ആട്ടോ മാർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കഴുത്തിൻ്റെ ഇറക്കം കൂട്ടിയാ കുറച്ചാൽ നമുക്ക് വരച്ചെടുത്താൽ മതിയാകും കേട്ടോ. നെക്ക് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഫ്രെയിം വലിച്ച് ടൈറ്റ് ആക്കുമ്പോഴേക്കും ചിലത് അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞിട്ട് കഴുത്തൊക്കെ ഏങ്കോണിച്ച് പോകാറുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ നമുക്ക് ആ ഒരു പ്രശ്നം ഉണ്ടാകാറില്ലേ. പിന്നെ അതുപോലെ തന്നെ നെക്കിൻ്റെ 2 സൈഡിലും ഒരേപോലെയുള്ള വരുന്ന വലിയ ഡിസൈനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് ട്രേസിങ് പേപ്പറിൽ വരച്ച് തന്നെ പാറ്റേൺ ചെയ്യേണ്ടി വരും കേട്ടോ. ഒരേപോലെയുള്ള ഇതേപോലെയുള്ള ചെറിയ ഡിസൈനൊക്കെ ചെയ്യാനാണ് നമ്മൾ ഈ ഒരു ടിപ്പ് ഉപയോഗിക്കണത്.